നാടകം മൊത്തത്തിലൊരു വിജയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹാസ്യം കൊണ്ടും പ്രമേയം കൊണ്ടും അമ്പലങ്ങളിൽ, പള്ളികളിൽ, ചില സാംസ്കാരിക പരിപാടികളിലൊക്കെ തന്നെ ഈ നാടകം ബുക്ക് ചെയ്യപ്പെട്ടു. ഈ പോസ്റ്ററിൽ പലപ്പോഴും പള്ളിയിലച്ഛൻ്റെ ചിത്രം കാണുമ്പോൾ പള്ളികൾ അവർ സ്വർഗ്ഗരാജ്യം നിനക്ക് വേണ്ടി എന്ന പേരും, അപ്പോൾ അവർ പള്ളികളിലേക്ക് ഈ നാടകം ബുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇവിടെ കളിച്ചാലും പക്ഷേ നാടകം ഞാൻ ഒറ്റപ്പാലം ഭാഗത്തൊരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന് ഞാനിങ്ങനെ മത്തായി ആയിട്ട് നിന്ന് കസർത്താണ് വർഗീയതയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് ഇത് വർഗീയ നാടകമാണല്ലേ എന്നൊരുത്തൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ വിളിച്ചു പറഞ്ഞു എന്നാലും കുഴപ്പമില്ലടാ, നാടകം കാണാൻ രസമുണ്ട്, സത്യങ്ങളല്ലേ അവർ പറയുന്നത് എന്നൊക്കെയുള്ള കമൻസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു രസമാണ്. അങ്ങനെ ഈ നാടകം ഒരിക്കൽ കണ്ടവരൊക്കെ റെക്കമെൻഡ് ചെയ്ത് പല സ്ഥലത്തും ബുക്കിങ്ങനെ. പക്ഷേ ഞാൻ ഞെട്ടിയത് ഇവന് ഈ നാടകത്തിൻ്റെ ഒരു പ്രമേയം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് കലാപത്തിൻ്റെ കാരണമായത്. ആ കലാപമായി പിന്നെ ഈ ക്രിസ്തീയ അനാഥാലയത്തിലെ ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രംഗത്തിൽ വീട്ടിൽ പെട്ടിയിലടയ്ക്കപ്പെട്ട പെൺകുട്ടി പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം കലാപം തീരുന്നത് വരെ ഈ ക്രിസ്തീയ അനാഥാലയത്തിൽ വന്ന് താമസിക്കാൻ നിർബന്ധിതയായി. അവിടെ വെച്ച് ഈ അനാഥാലയത്തിലെ നടത്തിപ്പുകാരൻ്റെ മകൻ, അവനും എടുത്തു വളർത്തിയ ഒരു പയ്യനാണ്. അവിടെ ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ പയ്യൻ പിന്നീട് ആർമിയിൽ ജോലി കിട്ടി പട്ടാളക്കാരനായിട്ട് ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ പേരിട്ടിരിക്കുന്നത് ജെയിംസ് എന്നാണെങ്കിലും അവൻ ക്രിസ്ത്യാനിയാണോ, അവൻ ഏത് മതത്തിൽപ്പെട്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് മത്തായി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. കാരണം ആരോ ഉപേക്ഷിച്ച് പോയൊരു പയ്യനാണ്. അവന് ഫാദർ ജെയിംസ് എന്ന പേരിട്ടു. അങ്ങനെ അവസാനം വരുമ്പോൾ ഈ പട്ടാളക്കാരനായ യുവാവ് വർഗീയതയ്ക്കെതിരെയുള്ള ചില വാചക കസർത്തുകൾ നടത്തുകയും രഘുദാസിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും അവസാനം അദ്ദേഹം തൻ്റെ ഇടത്തോടുള്ളൊരു കാര്യം പറയുന്നു. ഈ അനാഥാലയത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് വന്ന ആ പെൺകുട്ടിയെ ഇനി പുറത്തേക്ക് ഞങ്ങൾ വിടുന്നത്, നിങ്ങൾക്ക് ഒരാൾക്ക് ആക്രമിക്കാനും വിട്ടുതരില്ല, അവളെ ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ജെയിംസ് പറയുന്നത് ജെയിംസും പെൺകുട്ടി ഫൗസിയ എന്ന് പറയുന്ന മുസ്ലിമുമാണ്. ഇവിടെ മത്തായിച്ചൻ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഹിന്ദു പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള കലാപമാണ് നാട്ടിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ക്രിസ്ത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പയ്യൻ ഒരു മുസ്ലിം വേണ്ടി വിവാഹം ചെയ്യാൻ തീരുമാനിക്കപ്പെടുമ്പോൾ ആ തീരുമാനത്തിന് അടുത്ത ഏത് തരത്തിലുള്ള കലാപമായിരിക്കാം നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുക എന്നുള്ള ചോദ്യത്തിലാണ് ഈ നാടകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വലിയ എതിർപ്പുള്ള, പക്ഷേ എന്നിട്ടും ഞാൻ ആലോചിക്കുന്നു, തൃശ്ശൂർ ജില്ലയിൽ 1-2 സ്ഥലത്ത് കളിക്കാൻ പോയപ്പോൾ 1-2 രഹസ്യമായിട്ട് വിജയേട്ട നാടകം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചിലവരെ കാണുക ഒക്കെ ചെയ്യാൻ തുടങ്ങി. വിജയേട്ട അങ്ങനെ അതിൽ ആ രഘുദാസ് എന്ന കഥാപാത്രത്തെ മാറ്റിയിട്ട് അതൊരു മുസ്ലിം കഥാപാത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരുന്നു. കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ രാജ്യമല്ലേ നമ്മുടെ, അവിടെ ഹിന്ദു തീവ്രവാദി എന്ന യുവാവിനെ കൂടുതൽ കാണിക്കുകയും, അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു അങ്ങനെയല്ല, നാടകത്തിലുടനീളം എല്ലാ തീവ്രവാദങ്ങളും ഏത് മതസ്ഥൻ്റെ ചിന്തകളും അക്രമ ചിന്തകളും തെറ്റാണെന്നല്ലേ നാടകം പ്രതിപാദിക്കുക, അതവർ സമ്മതിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചർച്ചകൾ മുറുകും. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്താണ് ഇങ്ങനെ നമ്മുടെ ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തന്നെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വർഗീയത മനുഷ്യർക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഈ നാടകം